ഹായ് ഓൾ. അപ്പോൾ ഇത് മൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇത് രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഞായറാഴ്ച രാവിലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് അത് ഒക്കെ വേവിച്ച് എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് പണി കുറച്ച് എളുപ്പമാണ്. രാവിലെ 6:45 ആകുമ്പോഴത്തേനും മോളുടെ ബസ് വരും. അപ്പോൾ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വേവിച്ച് കറി വയ്ക്കൽ നടക്കില്ല എനിക്ക്. അപ്പോൾ ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരം തന്നെ വേവിച്ച് വയ്ക്കും. കടുക് കാച്ചാനുള്ളതോ അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ മൂപ്പിച്ചെടുത്ത് കറി കാച്ചിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചപ്പാത്തിയൊക്കെ ആദ്യം പരത്തി വെച്ചു. അതിനുശേഷം അത് ചുട്ടെടുത്ത് ഒരുമിച്ച് പരത്തി വെച്ചിട്ട് പിന്നീട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതേ കണ്ടില്ലേ, ചപ്പാത്തിയും നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയായിരുന്നു.